നമ്മൾ വന്നിരിക്കുന്നത് വീക്കെൻഡ് ആയിട്ട് ഇതേ നമ്മൾ ഇസ്കോണിലേക്ക് വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ്. ഈ ഇസ്കോണിനൊരു പ്രത്യേകത ഉണ്ട്, എല്ലാവർക്കും അറിയാം. ഇപ്പോൾ അടുത്ത് ജാനുവരി 15-ന് ഓണറബിൾ പ്രൈം മിനിസ്റ്റർ ശ്രീ നരേന്ദ്രമോദി വന്നിട്ട് ഇനോഗ്രേറ്റ് ചെയ്തതാണ് ഇവിടെ. അപ്പോൾ നമ്മളെപ്പോഴും വരാറുള്ളതാണ്. പക്ഷേ അതായത് ഇത് ഫുൾ സ്ഥലം മാറ്റി. അന്നൊരു ചെറിയ സ്ഥലത്തായിരുന്നു. ഇപ്പോൾ ഇത് അതിഗംഭീരമായിട്ട് ഇനോഗ്രേഷൻ കഴിഞ്ഞിട്ട് നമ്മൾ ആദ്യമായിട്ടാണ് വരുന്നത് കേട്ടോ. ഇവിടെ ഭയങ്കര തിരക്കാണ്. അപ്പോൾ നമുക്കൊന്ന് പോയി നോക്കാം. നല്ല ബ്യൂട്ടിഫുൾ, അത് എൻട്രൻസ് മുതലേ ഗാർഡനും സംഭവങ്ങളൊക്കെ ആയിട്ട് നമ്മളിങ്ങനെ കിളി പോയി നടക്കുന്ന ഒരവസ്ഥയാണ് എൻട്രൻസ് തന്നെ കേട്ടോ. ബാക്കിയൊക്കെ നമുക്ക് പോയി നോക്കാം. അപ്പോൾ ഇന്ന് ഇവിടെ തൊഴാൻ വന്നിരിക്കുകയാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാല് നമ്മളിപ്പോ കണ്ട ആ ഒരു ഇസ്കോണിന്റെ ആ ഒരു എൻട്രിയും ഗാർഡനും മാത്രമല്ല, പിന്നെ ഒരു ലോകമാണ്. ആക്ച്വലി ഞാൻ പറഞ്ഞ പോലെ കുറെ വർഷമായി തുടങ്ങിയിട്ട്. പക്ഷെ ഇതിന്റെ ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ ഇനി ഒരു 1-2 വർഷം എടുക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കളുടെ ഒരു കലവറയാണ് കേട്ടോ. ഇതൊന്നല്ല, ആ സൈഡിൽ അതിന്റെ ഉള്ളിലെ ഗാർഡനിലേക്ക് നമുക്ക് എൻട്രി ഇല്ല. പക്ഷെ റോസൊക്കെ ഇങ്ങനെ ഉണ്ടായിരിക്കുന്ന കണ്ടല്ലോ. റോസ് മാത്രമല്ല, എൻ്റെ അമ്മോ എന്ത് രസമറിയാം. ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഒരു വൃന്ദാവൻ വൈബ് അല്ലേ. അതായത് ഇങ്ങനെ ഡാൻസ്, പാട്ട്, സംഭവങ്ങൾ, ഒരു ഭയങ്കര രസം. അതുകൊണ്ട് ഫുള്ള് മാർബിൾ ആയതുകൊണ്ടേ നല്ല തണുപ്പ്. ഇതിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ തന്നെ ഭയങ്കര ഒരു തണുപ്പ് കാര്യങ്ങളൊക്കെ ഫീൽ ചെയ്യണം. നല്ല രസമുണ്ട് കേട്ടോ. പക്ഷെ ഭയങ്കര തിരക്ക്. ഞങ്ങൾ എപ്പോഴും വരണതാണ്, പക്ഷെ ഇത്രയും തിരക്ക് ഈ ഒരു ഇനോഗ്രേഷൻ കഴിഞ്ഞതിന് ശേഷമുള്ള ഒരു തിരക്ക്, ഭയങ്കര തിരക്ക്. അങ്ങനെ നമ്മൾ ഇവിടുന്ന് പോവുകയാണ് കേട്ടോ. നമ്മൾ അത്യാവശ്യം നേരത്തെ വന്നുകൊണ്ട് എനിക്ക് തോന്നുന്നു ഇപ്പം ഞങ്ങൾ പോകുമ്പോഴാണ് ഭയങ്കര ഒഴുക്ക്. ഇപ്പോൾ ഒരു 10 മണി ആവണേ ഉള്ളൂ. ഇപ്പോൾ ഭയങ്കര തിരക്ക് വരുന്നുണ്ട്. ഇപ്പോൾ വീക്ക് ഡേയ്സ് ആയിരിക്കും ചിലപ്പോൾ കുറച്ചും കൂടെ. പക്ഷെ എന്തായാലും നമ്മുടെ ഈ മുംബൈയിലുള്ളവർക്ക് ജസ്റ്റ് ഒന്ന് വന്ന് കാണാൻ മാത്രം ഉണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. അടിപൊളിയാണ്, രക്ഷയില്ല. ഇനിയൊരു വർഷം കൂടി എടുക്കുന്നുണ്ടാവും ഇതിൻ്റെ ബാക്കിയുള്ള പണികളൊക്കെ. അമ്പലത്തിൻ്റെ പണിയൊക്കെ കഴിഞ്ഞു. പിന്നെ ഇത്രയും വർഷം കൊണ്ട് എന്താണ് ഉണ്ടാക്കിയത് ചോദിച്ചാൽ ഇതിൻ്റെ മേലെ അതിനുള്ളിൽ പോകുമ്പോഴാണ് നമുക്ക് ആ ഫീല് മനസ്സിലാവുക. എത്ര രസമായിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്നുള്ളത് കേട്ടോ. ഭയങ്കര ഭംഗിയുണ്ട്.
സത്യം പറഞ്ഞാണ്ടല്ലോ, ഞാന് ഗുരുവായൂർ അമ്പലത്തിലാണ് ഇത്രയും തിരക്ക് കേട്ടിട്ടുള്ളത്. അത്രയും ക്യൂ. എവിടെ എത്തി? ഞങ്ങൾ ഉള്ളുന്നാ വരണത്. ആ ഉള്ളു മുതൽ നോക്കി പുറമേ വരെ അത്രയും ക്യൂ. ഞങ്ങൾ നേരത്തെ പോയത് നന്നായി. ഞങ്ങൾ പോകുമ്പോൾ ഇങ്ങനെ ക്യൂ ഉണ്ടായിരുന്നില്ല കേട്ടോ. ആക്ച്വലി ഇങ്ങനെ ഒരു തിരക്കിലെ ഈ ഒരു പുതിയ ഇതിന് ശേഷമാണ് വന്നത്. അപ്പോൾ എന്തായാലും എനിക്ക് തോന്നുന്നു മുംബൈയിൽ നിന്ന് പല സൈഡിലും ഇത് ഏഷ്യയിൽ തന്നെ രണ്ടാമത്തെ വലിയ ഇസ്കോൺ ആണെന്നാണ് പറയണത്. കാണാൻ മാത്രമേ ഉണ്ട് കേട്ടോ. അപ്പോൾ മുംബൈയിലുള്ളവർക്ക് കാർഗറിലാണ് കേട്ടോ, കാർഗർ ഇസ്കോൺ ടെമ്പിളാണിത്. അപ്പോൾ മുംബൈയിലുള്ളവർക്ക് എന്തായാലും ഒരു വിസിറ്റ് നടത്താം നവി മുംബൈ സൈഡിൽ. സംഭവം ഇപ്പോൾ ഞങ്ങൾ ഇസ്കോൺ ടെമ്പിളിൽ നിന്ന് നമ്മൾ ചുമ്മാ എവിടേക്കാണ് പോണത്? നമ്മൾ സീ വുഡ്സ് നെക്സസ് മോളിലേക്ക് പോവാണ്. വേറെ ഒന്നുമല്ല, നാളെ റിപ്പബ്ലിക് ഡേ അല്ലേ. അപ്പോൾ റിപ്പബ്ലിക് ഡേ ആയിട്ട് എല്ലായിടത്തും സെയിലാണ്. ബിഗ് ബാസ്ക്കറ്റിലും ബിഗ് ബസാർ ഇതിലൊക്കെ ഭയങ്കര സെയിലും കാര്യങ്ങളൊക്കെ കാണാറുണ്ട് പേപ്പറിൽ. അതേപോലെ അല്ല, ബിഗ് ബാസ്ക്കറ്റിലല്ല, നമ്മൾ ഷോപ്പേഴ്സ് സ്റ്റോപ്പിലൊക്കെ നല്ല സെയിൽ ഉണ്ടാവും. എന്തെങ്കിലുമൊക്കെ തടയോ. എന്തായാലും മിത്തുക്കുട്ടി വരുന്നവരെ ഞങ്ങളിങ്ങനെ കറങ്ങാൻ തീരുമാനിച്ചു. മിത്തുക്കുട്ടി സ്കൂളിൽ നിന്ന് ഒരു ക്ലബിൻ്റെ, അവൾക്ക് എല്ലാ ആഴ്ചയും ഈ സാറ്റർഡേസ് ക്ലബ്ബും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇന്ന് എവിടേക്കൊക്കെ പോയിരിക്കുകയാണ്. അപ്പോൾ ഉച്ചയ്ക്ക് വരുന്നവരെ ഞങ്ങൾക്ക് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. ഫുഡൊന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ, അത് വേറെ കാര്യം. ചെന്നിട്ട് ഇനി ഫുഡ് ഉണ്ടാക്കാനുള്ള സമയമൊന്നും ഉണ്ടാവുകയാണാവോ. അപ്പോൾ എന്തായാലും ഞങ്ങളിങ്ങനെ കറങ്ങാം എന്ന് തീരുമാനിച്ചു. അപ്പം ഇന്ന് വല്ലതൊക്കെ തടയുകയാണെങ്കിലോ അല്ലേ, നല്ല അടിപൊളി ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ട് റിപ്പബ്ലിക് ഡേ ആയിട്ട്. ഒരു പ്രാവശ്യം ഓർമ്മയുണ്ട് രമേശേട്ടന്, നമ്മൾ ഒരു റിപ്പബ്ലിക് ഡേക്ക് ബിഗ് ബസാറിൽ പോയത് പണ്ട്. അയ്യോ എൻ്റെ അമ്മേ, എന്തായിരുന്നു പണ്ട് പട്ടാമ്പി ഒരു വീരമണി ഉണ്ടായിരുന്നു അറിയോ. അവിടെയാണ് നമ്മൾ ഈ ഓണത്തിനൊക്കെ പോയി കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ശ്വാസം മുട്ടുന്ന തിരക്കും. ആരെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ അറിയാം, 100 രൂപയ്ക്ക് സാരിയൊക്കെ കിട്ടും. അപ്പം ശ്വാസം മുട്ടുന്ന തിരക്കും അതുപോലെ ആയിരുന്നു ബിഗ് ബസാറിൽ. അതിന് ശേഷം ഞങ്ങൾ റിപ്പബ്ലിക് ഡേക്കും ഇൻഡിപെൻഡൻസ് ഡേക്കും ആ ഏരിയക്ക് പോകാറില്ല. ഇന്നിപ്പോൾ ചിലപ്പോൾ നല്ല തിരക്കുണ്ടാവും. ഈ സ്കൂളിൽ കണ്ട പോലെ ഈ വീക്കെൻഡിന്റെ തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അല്ലേ. ഓഫർ സെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എന്തായാലും തിരക്കുണ്ടാവും. ഇപ്പൊ പിന്നെ ഓൺലൈനിലും ഭയങ്കര ഓഫറും സെയിലൊക്കെ ആയ കാരണം ചിലപ്പോൾ കുറച്ച് എന്നാലും തിരക്കുണ്ടാവും. വെറുതെ വാങ്ങണമെന്നൊന്നുമില്ലല്ലോ, പോയി ഇതാക്കാലോ. പൊതുവെ ഷോപ്പിംഗ് എന്ന് പറയുമ്പോ ഒരു സന്തോഷം. എനിക്ക് ഷോപ്പിംഗ് ചെയ്യണമെന്നൊന്നുമില്ല, കണ്ടാൽ തന്നെ ഞാൻ ഭയങ്കര ഹാപ്പിയാവും. പക്ഷെ ഇപ്പം എന്താ വെച്ചാൽ ഫുഡ് അങ്ങനെ സ്ട്രിക്റ്റ് ഡയറ്റ് ആയതുകൊണ്ട് അതിലൊരു രസമില്ല. പണ്ടൊക്കെ വീക്കെൻഡ് ആകുമ്പോൾ രമേശേട്ടൻ ഫ്രൈഡേക്ക് അതായത് ഞാൻ പറയായിരുന്നു നമുക്ക് പുറത്തിറങ്ങിയാലോ പറയുമ്പോൾ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റാണ്. കാരണം എന്നെ സംബന്ധിച്ച് പുറത്തിറങ്ങുക പറഞ്ഞാൽ ഫുഡ് കഴിക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു ഇത്. ഷോപ്പിംഗ് ചെയ്തില്ലെങ്കിലൊക്കെ ഒരു കുഴപ്പമില്ല. പക്ഷെ ഇപ്പം എന്താ വെച്ചാൽ ഇപ്പം ഞങ്ങൾ രണ്ടുപേരും അതെ, ഞാനാണെങ്കിലും കട്ട ഡയറ്റിലായതുകൊണ്ട് ഒരു വിഷമം, കണ്ണി കണ്ടതൊന്നും കഴിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇന്നലെ ഞാൻ പറഞ്ഞു ഞാനല്ലേ എന്താ അപ്പോൾ അവിടെ വന്നിട്ട് കാര്യം, അതേ സ്പീഡിൽ എൻ്റെ വീട്ടിലേക്ക് തിരിച്ചു വരണ്ടേന്ന് പറഞ്ഞിട്ട് ഇന്നലെ പോയില്ല. ഇന്നിപ്പോൾ നമ്മളിങ്ങനെ പോവാണ്. ഭക്ഷണമൊക്കെ കഴിക്കുമെന്നുള്ളതൊന്നും അറിയില്ല. വീട്ടിൽ ചെന്ന് ഇനി എന്തെങ്കിലും ഉണ്ടാക്കണം, അല്ലെങ്കിൽ വല്ല ഹെൽത്തി ഫുഡ് വാങ്ങിക്കണം അല്ലേ. എന്നാലും ജ്യൂസ്, ഐസ്ക്രീം, ഷെയ്ക്ക് ഇതൊന്നുമില്ലല്ലോ, ഒരു രസമില്ല പുറത്തിറക്കാൻ എന്നുള്ളതാണ് സത്യം. പണ്ടൊക്കെ പക്ഷെ നമുക്ക് നമ്മുടെ ശരീരം കാണുമ്പോൾ ഒരു രസമുണ്ട്. ഈ ഡ്രസ്സൊക്കെ ഞാൻ പാകാവാതെ എടുത്തു വെച്ചിരുന്നതാണ് കുറച്ച് കാലങ്ങളായിട്ട്. ഇന്ന് ഞാൻ ചുമ്മാ ഇട്ടോക്കിയതാ. അപ്പോൾ നല്ല ഫിറ്റ്, കറക്റ്റ് ഫിറ്റ്. അപ്പോൾ നമുക്കൊരു ചെറിയ സന്തോഷം. പിന്നെയും നമുക്ക് കൺട്രോൾ ചെയ്യാനുള്ളൊരു ചെറിയ ആക്രാന്ത ഇത് വരും. പിന്നെ ഫ്രണ്ട്സൊക്കെ കണ്ടപ്പോഴും പറഞ്ഞു നല്ല മെലിഞ്ഞല്ലോ. അപ്പം പറഞ്ഞു കണ്ട ഇനി ഒരു 6-7 കിലോ കൂടെ മെലിയാനുണ്ട് എന്ന് പറയുമ്പോൾ നമുക്ക് ഫുഡ് കൺട്രോൾ ചെയ്യാനൊരു സന്തോഷം അല്ലേ. ഡ്രസ്സ് ഇടുമ്പോൾ മാത്രമാണ് ആ സന്തോഷം വരുന്നത്. ബാക്കിയുള്ള സമയത്തൊക്കെ തോന്നും ഒരു ഐസ്ക്രീം കഴിച്ചാലോ ഒരു ജ്യൂസ് കഴിച്ചാലോ എന്നുള്ളതൊക്കെ പിന്നെ അല്ലാതെ എനിക്ക് തോന്നാറുണ്ട്. എനിക്ക് ഇങ്ങനെ വീട്ടിലിരിക്കുമ്പോഴൊന്നും തോന്നില്ല, പക്ഷെ ഷോപ്പിംഗ് മോളിൽ പോയാൽ തോന്നും. ആ പുറത്ത് പോകുമ്പോൾ എനിക്ക് തോന്നും ഐസ്ക്രീം കഴിക്കാൻ തോന്നില്ല, ജ്യൂസ്, ഷേക്ക് അങ്ങനത്തെ നല്ല ഡയറ്റ് ഫുഡ്, നല്ല ടേസ്റ്റ് ഉള്ള ഒരുപാട് അതുണ്ട് കേട്ടോ. അതായത് ഇപ്പൊ വെറുതെ തോന്നുന്ന നമുക്ക് അങ്ങനത്തെ ഫുഡ് അത് ശരിയാ, ഐസ്ക്രീം അല്ല അത് ശരി. കാരണം നമ്മളിപ്പോ ഡയറ്റില് നമ്മള് മീനും ചിക്കനും ഒക്കെ നല്ലോണം കഴിക്കുന്ന കാരണം നമുക്ക് ഇപ്പൊ പുറത്തൊക്കെ ഹോട്ടലിൽ പോയാൽ നമുക്ക് സാലഡ് മാത്രം കഴിക്കണം എന്നൊന്നുമില്ല. നമുക്ക് നല്ല ചിക്കൻ ഗ്രിൽഡ് അല്ലെ അങ്ങനത്തെ ഒക്കെ വാങ്ങിക്കാം. നോൺ വെജ് അങ്ങനത്തെ ഒക്കെ കഴിക്കുന്നവർക്കാകുമ്പോൾ ഇഷ്ടം. അല്ലെങ്കിൽ ഇപ്പൊ വെജ് ആണെങ്കിൽ നിറയെ പനീർ വാങ്ങിക്കാം, അങ്ങനത്തെ ഒക്കെ വാങ്ങിക്കാം. ബിരിയാണി ഒന്നും വാങ്ങാതിരുന്നാൽ മതി. അപ്പൊ അതുകൊണ്ട് ആ ഒരു പ്രശ്നമില്ല. പക്ഷെ ഞാൻ എന്താ വെച്ചാൽ സ്വീറ്റ് ഭ്രാന്തി ആയതുകൊണ്ട് എനിക്ക് സ്വീറ്റ് ക്രേവിങ്സ് ഭയങ്കരമാണ്. ഈ രസഗുള, ഗുലാബ് ജാമ്, ഇന്ത്യൻ സ്വീറ്റ്സ് ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആ ഒരു ചെറിയ പ്രശ്നമുള്ളൂ. അത് നന്നല്ലല്ലോ എന്തായാലും ഡയറ്റില്. അപ്പം അങ്ങനത്തെ ചെറിയ നമ്മൾ എത്താറായോ? യെസ്, നമ്മൾ എത്താറായി.
നമ്മൾ സീ വുഡ്സ് നെക്സസ് മോളിലേക്ക് എത്തിയിരിക്കുകയാണ്. ജസ്റ്റ് മോള് തുറന്നിട്ടേ ഉള്ളൂ, അപ്പോഴേക്കും നമ്മളെത്തി. അപ്പോൾ ഞാനും ഗീതും കൂടെ ഒരു പ്രാവശ്യം ഇവിടെ ഇങ്ങനെ കറങ്ങാൻ വന്നപ്പോൾ ഞങ്ങൾ രണ്ടുപേരും സെഫോറയിൽ നിന്ന് ഒരു ലിപ്സ്റ്റിക്ക് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാനത് ഇതുവരെ കാണിച്ചിട്ടില്ല. അപ്പം ഞാനിത് ഇന്ന് ഇതിൻ്റെ മുന്നിൽ കൂടെ ഇങ്ങനെ പോകുമ്പോൾ ആക്ച്വലി ആ ലിപ്സ്റ്റിക് ഷെയ്ഡ് പിന്നെ ഇട്ട് നോക്കിയപ്പോൾ എനിക്ക് ഒട്ടും ഇഷ്ടമായില്ല എന്ന് വേണമെങ്കിൽ പറയാം. ആ ഒരു ഷെയ്ഡ് ഞാൻ ഉദ്ദേശിച്ചതായിട്ട് വന്നില്ല. അപ്പോൾ അതുകൊണ്ട് ആ പൈസ വെറുതെ പോയോ എന്നെനിക്കൊരു സംശയം. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ നോക്കുമ്പോൾ വേണ്ട, വെറുതെ അത്ര പൈസ കൊടുത്ത് പോകണ്ടെന്ന് വിചാരിച്ചിട്ട്, അതും പുതിയ ഷെയ്ഡ് ആയതുകൊണ്ട് അതിന് അത്യാവശ്യം നല്ല വില ഉണ്ടായിരുന്നു. പക്ഷെ അതൊരു വേസ്റ്റ് ആയിപ്പോയോ എന്ന് എനിക്കൊരു സംശയം. അതിനേക്കാളും ഇഷ്ടമാണ് എനിക്ക് ഞാനിപ്പോൾ ഇട്ടിട്ടുള്ള 200 രൂപയുടെ ഈ ലിപ്സ്റ്റിക്ക്. വേറെ നല്ല ഷെയ്ഡ് ഉണ്ടായിരുന്നു, എടുക്കാത്തത് എൻ്റെ തെറ്റാണ്. ഞാൻ കുറച്ച് ബോൾഡ് ലിപ്സ്റ്റിക്ക് എടുക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ അതിൻ്റെ ഷെയ്ഡ് ഒരു ഭംഗി ഉണ്ടായിരുന്നില്ല എനിക്ക് വന്നപ്പോൾ. പക്ഷേ സെഫോറിൽ അടിപൊളി സാധനങ്ങൾ കേട്ടോ, അത് പറയാതിരിക്കാൻ വയ്യ. നല്ല കിടിലൻ കളക്ഷൻസ് ഉണ്ട്. ഇതിൻ്റെ ഉള്ളിലേക്ക് വീഡിയോ എടുക്കാൻ സമ്മതിക്കില്ല, ഇതിൻ്റെ ഉള്ളിൽ ക്യാമറ അലൗഡ് അല്ല. അതാ ഞാൻ പുറത്തുനിന്ന് സംസാരിക്കുന്നത് കേട്ടോ. അങ്ങനെ നമ്മളിതാ ഷോപ്പർ സ്റ്റോപ്പിൽ തന്നെ ഉള്ള മേക്കപ്പ് സെക്ഷനിലേക്കാണ് വന്നത് കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഇവിടെ ആകുമ്പോൾ പല ബ്രാൻഡിൻ്റെ ഉണ്ട്. ഞാൻ എപ്പോഴും ചെയ്യുക, ഫൗണ്ടേഷനൊക്കെ സെലക്ട് ചെയ്യുമ്പോൾ ഷോപ്പിൽ പോയി നോക്കി സെലക്ട് ചെയ്തതിന് ശേഷം ആ ഷെയ്ഡ് ഞാൻ ഒന്നെങ്കിൽ അവിടെ നിന്ന് വാങ്ങിക്കും, അല്ലെങ്കിൽ അതിൻ്റെ ഷെയ്ഡ് മനസ്സിലാക്കിയിട്ട് ഓൺലൈനിൽ വില കുറവുണ്ടെങ്കിൽ അങ്ങനെ വാങ്ങിക്കുകയാണ് ചെയ്യാറ്. കാരണം എനിക്ക് ഓൺലൈനിൽ വാങ്ങിക്കുമ്പോൾ അത് എത്ര പെർഫെക്റ്റ് ആവുമെന്ന് വലിയ ഐഡിയ ഇല്ല. ഇത് കണ്ട് കുറച്ച് ലൈറ്റ് ഷെയ്ഡാണ് കേട്ടോ. മറ്റേതാണ് കുറച്ചും കൂടെ നന്നായിട്ട് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഓക്സിഡൈസ് ആവുന്നുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഞാൻ വാങ്ങിയില്ല. ഞാനിത് നോക്കിയിട്ട് എനിക്ക് ഈ 2 ഷെയ്ഡാണ് എൻ്റെ ഇതിൽ വരുന്നത്. പക്ഷേ അതിൽ ഒന്നാണ് എൻ്റെ കറക്റ്റ് പെർഫെക്റ്റ് ആവുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഇങ്ങനെ വാങ്ങിക്കുമ്പോൾ ഞാൻ എപ്പോഴും ഫേസിൽ അപ്ലൈ ചെയ്തിട്ടാണ് വാങ്ങിക്കുക. എല്ലാവരും കയ്യിൽ നോക്കിയിട്ടാണ് ചെയ്യാറ്, കയ്യിൽ തേച്ച് തരും. പക്ഷേ എൻ്റെ ബോഡിക്കാണ് കൂടുതൽ നിറം. അപ്പോൾ എനിക്ക് ഫേസിൽ കയ്യിലത്തെ ഇത് സ്വാച്ച് ചെയ്ത് നോക്കുമ്പോൾ ഫേസിലേക്ക് ഭയങ്കര ലൈറ്റായിട്ട് ഫീൽ ചെയ്യാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാനെപ്പോഴും ഫേസിൽ ഇട്ട് നോക്കിയിട്ടാണ് വാങ്ങാറ്. അത് കഴിഞ്ഞിട്ട് രംഷേട്ടന് ട്രാവലിംഗ് ഉണ്ട് കേട്ടോ നെക്സ്റ്റ് വീക്ക്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സംഭവങ്ങളൊക്കെ വാങ്ങിക്കുകയാണ്. കുറച്ച് തണുപ്പും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അങ്ങനത്തെ സ്വെറ്റേഴ്സും സ്വെറ്റ് ഷർട്ടും പാൻറ്റും അങ്ങനത്തെ എന്തൊക്കെയോ സംഭവങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടി നമ്മളിങ്ങനെ വന്ന് നോക്കിയതാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇത് നമ്മുടെ സ്ഥിരം സ്ഥലമാണ്, DIY, മിസ്റ്റർ DIY. ഇവിടെ അച്ഛനും അമ്മയും ഇല്ലാത്ത എല്ലാം കിട്ടുമെന്ന് പറയുന്ന പോലെയാണ്. നമ്മുടെ ഡേയ്സൊക്കെ പോലെയുള്ളൊരു സംഭവമാണ് കേട്ടോ. ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. എല്ലാം ഒരു 100-150 രൂപയുടെ ഉള്ളിൽ കിട്ടുന്ന, എന്നാൽ നല്ല ക്വാളിറ്റിക്കൊക്കെ 400-500 ഉണ്ട്. പക്ഷേ എന്നാലും നമുക്ക് വേണ്ട എല്ലാ സാധനങ്ങളും ഉണ്ട്. ഇവിടെ വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ എടുക്കേണ്ടതെന്ന് എനിക്കൊരു ഐഡിയ ഇല്ല. ഇത് നല്ലതല്ലേ ഈ പേപ്പർ ബാഗ്സ് അല്ലേ? കാരണം ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ ഒരു ഗിഫ്റ്റ് കൊടുക്കണമെങ്കിലോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഒന്നും എഴുതാത്ത കുട്ടി പേപ്പർ ബാഗ്സ്. അപ്പോൾ ഇത് ഇങ്ങനത്തെ 1-2 നമ്മൾ എപ്പോഴെങ്കിലും പോകുമ്പോൾ വാങ്ങിച്ചു വയ്ക്കും, എന്തെങ്കിലുമൊക്കെ ആർക്കെങ്കിലും ഗിഫ്റ്റ് ചെയ്യണമെങ്കിലൊക്കെ ആവശ്യമില്ലേ എന്ന് വിചാരിച്ചിട്ട്. പിന്നെ കുറേ കമ്മൽ, മാല, ഹെയർ ബാൻഡ്, ഇങ്ങനത്തെ കുറേ സാധനമുണ്ട്. വീട്ടിലേക്കുള്ള സാധനങ്ങൾ ഒരുപാടുണ്ട്. അപ്പോൾ ഇത് ചുമ്മാ ഒന്ന് കയറി നോക്കിയത്. ഇവിടെ രംഷേട്ടന് 1-2 സംഭവങ്ങൾ വാങ്ങണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വെറുതെ ഒന്ന് കയറി നോക്കി. എനിക്ക് കേളി ഹെയറിന് പറ്റുന്ന ഒരു ഹെയർ ബോം കാര്യങ്ങളും ഹെയർ ബാൻഡ് ഉണ്ടല്ലോ, അത് ഒക്കെ ഒന്ന് വാങ്ങിച്ച് നോക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഇവിടെ കണ്ടു കഴിഞ്ഞാൽ മിത്തുക്കുട്ടിക്ക് എന്തൊക്കെയാണ് വാങ്ങേണ്ടതെന്ന് അറിയില്ല, ഞാൻ എന്തൊക്കെയോ വാങ്ങിക്കും വെറുതെ കുറേ സാധനങ്ങളൊക്കെ. പിന്നെ സോക്സ്, ഇതൊക്കെ നല്ല രസമുള്ളതാണ് കേട്ടോ. അപ്പോൾ നല്ല വില കുറവാണ്. അതാണ് മിസ്റ്റർ DIYയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ അവിടുന്ന് കുറേ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. തൽക്കാലം നമ്മുടെ ഇന്നത്തെ ഷോപ്പിംഗ്, കാരണം അപ്പോഴേക്കും മിത്തുക്കുട്ടി ഏകദേശം എത്താറായി എന്ന് പറഞ്ഞിട്ട് മൊബൈലിൽ ലൈവ് ലൊക്കേഷൻ ഇങ്ങനെ വരുമല്ലോ. അപ്പോൾ ടീച്ചർ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അവിടുന്ന് പിന്നെ വേറെ എവിടെയും പോകാനുള്ള സമയം കിട്ടിയില്ല. ഞങ്ങൾ അവിടുന്ന് ഓടി വേഗം നമ്മൾ സ്കൂളിലേക്ക് എത്താനുള്ള തിരക്കിലായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഷോപ്പിംഗ് എന്നൊന്നും പറയാൻ പറ്റില്ല, ചെറുതായിട്ട് അവിടെ ഇവിടെയൊക്കെ ഒന്ന് കറങ്ങി മിത്തുവിൻ്റെ സ്കൂളിലെത്തി. ഇപ്പോൾ സമയം 12:50. മിത്തു എത്തിയിട്ടില്ല. അപ്പോൾ 12:31 ഉള്ളിൽ ഇപ്പോൾ എത്തും തോന്നുന്നു, ഒരു 5 മിനിറ്റിൽ എത്തും. അപ്പോൾ മിത്തുവിൻ്റെ സ്കൂളിൽ ഇങ്ങനെ വെയിറ്റ് ചെയ്യാണ്. ബസ് വന്നിട്ട് ഇറങ്ങിയാൽ മതിയല്ലോ, ഈ വെയിലത്ത് വെറുതെ ഇറങ്ങണ്ടല്ലോ വിചാരിച്ചു. അപ്പോൾ ഇന്ന് ഫുഡൊന്നും ഉണ്ടാക്കിയിട്ടില്ല ഉച്ചക്കിലത്തെ. 1 മണിയായി. ഇനി പിടിച്ചൊന്ന് എന്തുണ്ടാക്കാനാണ്? വിശന്ന് കുടലിമാല കരിയുന്നു. രാവിലെ നല്ല രാഗി ദോശ ആയതുകൊണ്ട് കുഴപ്പമില്ല. എന്റെ പ്രോട്ടീൻ ദൈവങ്ങളെ, ഞാൻ ജിമ്മ പോയി ചാവുന്ന ഭക്ഷണമില്ല ജിമ്മിലുണ്ട്.
അല്ല ഇതില് ജിമ്മ് നല്ല അടിപൊളിയായി നടക്കണ്ടോ 1.5 മണിക്കൂർ കിടന്ന് ചാവുണ്ട്. ഭക്ഷണം ഒന്നുമില്ല. അതിൽ ഞാൻ എന്ത് ചെയ്യാനാ, രാവിലെ അമ്പലത്തിൽ പോണ കാരണം കോഴിമുട്ട പുഴുങ്ങാൻ വെച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ അത് കഴിച്ചില്ല. അമ്പലത്തിൽ പോയി ഏറ്റവും രസം സ്വപ്പു ഓഫീസിൽ പോണ ദിവസമൊക്കെ 4-5 ഭക്ഷണമൊക്കെ തരും. ഓഫീസിൽ ഒരു മീറ്റിംഗ് 9 മണിക്ക് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പുറത്തിറങ്ങും 1 മണി. ഇതിന്റെ ഇടയിൽ ഞാനെങ്ങനെ ഭക്ഷണം കഴിക്കും? അത് എനിക്കറിയില്ല. ഞാൻ തരാനുള്ളതൊക്കെ തരണ്ട്. ഇന്ന് പക്ഷെ രാവിലെ ഒരു കാര്യം ഉറപ്പായി, ഈ ഓഫീസ് ലൈഫുള്ളവർക്ക് ഭക്ഷണം ഇടയ്ക്കിടയ്ക്കുള്ള പരിപാടിയൊന്നും നടക്കില്ല. വീട്ടിലിരിക്കുന്നവർക്ക് ഇതൊക്കെ നടക്കുള്ളൂ. ഇന്നിപ്പോ പുറത്ത് പോയോണ്ട് എന്താ, ഇന്ന് 8:30 പുറത്തിറങ്ങിയതാ, ഇതുവരെ ഒന്നും കഴിച്ചില്ല. ആ 2 റാഗി ദോശയാണ് ഇന്നത്തെ എന്റെ ഫുഡ്. 10 മണിക്കൊക്കെ ബട്ടർ മിൽക്കും ഫ്രൂട്ട്സ് ഒക്കെ കഴിക്കണ്ടായിരുന്നു. ഒന്ന് കൊടലുമാല കരിയണോ അറിയില്ലേ വിശന്നിട്ട്. അങ്ങനെ രമേശേട്ടനാ നല്ല സുഖം. ഓർമ്മിപ്പിക്കലേ പോലെ നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് സ്വിഗ്ഗിന്ന് നല്ല പ്രോട്ടീൻ ചിക്കൻ റാപ്പോ അങ്ങനെ എന്തെങ്കിലും ഓർഡർ ചെയ്യാം. മിത്തുവാണെങ്കിൽ വിശന്ന് കൊടൽ കരിങ്ങിട്ടായിരിക്കും വരെ. രാവിലെ 7:30 2 ദോശ കഴിച്ച് പോയതാണ്. എത്തിയോ? ഹലോ, എങ്ങനെയുണ്ടായിരുന്നു ട്രിപ്പ്? അടിപൊളിയായോ? ഇതൊരു ക്ലബിന്റെ ആണ്. 2 ക്ലബ് ഉണ്ട്. അതായത് കുറെ ക്ലബ് ഉണ്ട്. മിത്തു 2 ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. VSSRC ആൻഡ് VMൺ, പിന്നെ നേച്ചർ ക്ലബ് ഒക്കെ ഉണ്ട്. ഇന്ന് എന്തായിരുന്നു മിത്തു? ഈ ക്ലബ്ബ് ഭയങ്കര അടിപൊളിയാണ്, സോഷ്യൽ ഇതാണ് അല്ലേ? അപ്പോ ഇതില് ഇപ്രാവശ്യം അവര് പോയത് എന്തിലായിരുന്നു മിത്തു? മുനിസിപ്പൽ സ്കൂള്, BMC ബ്രഹാൻ മുംബൈ കോർപ്പറേഷൻ സ്കൂള്. അതായത് ഈ സ്ലംസ് എന്നൊക്കെയുള്ള കുട്ടികളെ എടുത്ത് അത് ആക്ച്വലി ഒരു വിഷൻ റെസ്ക്യൂ പറഞ്ഞിട്ടൊരു ഗ്രൂപ്പാണ്. അവർ ഈ സ്ലം പോക്കറ്റ് ഏരിയന്ന് കുട്ടികളെ എടുത്തിട്ട് അവരെ ഇങ്ങനത്തെ ഒരു കോർപ്പറേഷന്റെ ഒരു സ്കൂളിലാക്കും. എന്നിട്ട് അവരുടെ എഡ്യൂക്കേഷൻ അതിൽ നല്ല സ്കൂൾ തന്നെയാണ് കേട്ടോ. നല്ല ഇങ്ങനെ ഫോട്ടോ കണ്ടപ്പോ എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല അതായത് കുറെ കുട്ടികൾ ഈ ഡ്രോപ്പ് ഔട്ട് ആയിട്ട് വിശേഷങ്ങൾ പറയണുള്ളൂ. അതായത് പഠിക്കാൻ പൈസ ഇല്ലാതെ ഡ്രോപ്പ് ഔട്ട് ആയ കുട്ടികളെയൊക്കെ എടുത്തല്ല, അവരുടെ ആ വിഷൻ റെസ്ക്യൂ എന്നുള്ള ഒരു ഗ്രൂപ്പ് കമ്മിറ്റി മാത്രം. ഓക്കെ. അത് എക്സ്പീരിയൻസ് കൂടുതൽ വീട്ടിൽ ചെന്ന് പറയാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇങ്ങനത്തെ കുറെ കാര്യങ്ങളാണ് ഈ VSSRCയിൽ ചെയ്യുക. അതായത് സോഷ്യലി ഇങ്ങനത്തെ ഹോസ്പിറ്റൽസിലേക്ക് പോവുക, അപ്പൊ കുട്ടികൾ കണ്ടിറങ്ങി വളരുക എന്നുള്ളൊരു സംഭവങ്ങളും കൂടി ഉണ്ട്. ഇല്ലതല്ലേ അല്ലേ ഇങ്ങനത്തെയൊക്കെ? അപ്പൊ ഇതൊക്കെ ഈ കുട്ടികൾ അറിയണതും ഒക്കെ നല്ലതല്ലേ? ഭാവിയിൽ ഇവർക്കും അങ്ങനത്തെയൊക്കെ എന്തെങ്കിലും റെസ്പോൺസിബിലിറ്റി ഒക്കെ ചെയ്യാൻ തോന്നുകയാണെങ്കിൽ അല്ലേ, ഇങ്ങനത്തെയൊക്കെ നല്ലതാണ്. അതുകൊണ്ടാണ് ഇങ്ങനത്തെ കുറെ ക്ലബ്ബുകളൊക്കെ ഉണ്ട്, അതിലൊക്കെ ജോയിൻ ചെയ്തെങ്കിലും ഇങ്ങനെയൊക്കെ ലോകത്തിലുണ്ട് എന്നുള്ള അറിയെങ്കിലും. അതെ 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 അതെ, അതിനുള്ള നല്ല ഗ്രൂപ്പാട്ടോ, നല്ല ക്ലബ്ബാണ് ഈ VSSRC എന്നുള്ളത്. എല്ലാ ആഴ്ചയും ഇങ്ങനത്തെ ഓരോ സംഭവങ്ങളായിരിക്കും എല്ലാ മാസവും ആ ഒരു ഇതിലുണ്ടാവാം. അപ്പൊ ബാക്കി വിശേഷം ഞാൻ അറിയട്ടെ കേട്ടോ. ക്യാമറ കട്ട്. അങ്ങനെ ഈവനിങ് ആയി. ഇതാ ഞാനൊരു ഗ്ലാസ് ചായ കുടിച്ച് ഇതാണ് ഞങ്ങളുടെ ഇന്നത്തെ കാഴ്ച. രാത്രി കിടക്കുമ്പോ നല്ല മൂണിനെ കണ്ട് കിടക്കാം. രാവിലെ എണീക്കുമ്പോൾ സൺറൈസും കണ്ട് എണീക്കാം, സൺസെറ്റ് കാണാം അല്ലേ? നല്ല രസം. സൺസെറ്റിന്റെ സൺറൈസിന് ഒരു പ്രത്യേക ഭംഗിയാട്ടോ, ഭയങ്കര രസം. അപ്പോൾ ഇനിയിപ്പോൾ ജിമ്മിൽ പോകണം. ഉച്ചയ്ക്ക് വന്നിട്ട് നമ്മൾ ഫുഡ് കഴിച്ചു, പുറത്തുനിന്ന് ഓർഡർ ചെയ്തു. അതുകൊണ്ടൊന്നും ഉണ്ടാക്കിയില്ല, കഴിച്ച് ജസ്റ്റ് കിടന്നുറങ്ങി. കാരണം ഇന്നലെ ലേറ്റായി കിടന്ന് രാവിലെ നേരത്തെ എണീറ്റു. അപ്പോൾ ഇന്ന് എൻ്റെ അവിടുത്തെ ജിമ്മ് ഒന്നും നടന്നില്ല. അവിടേക്കാണെങ്കിൽ സാധാരണ പോവാറ്. അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് രമേശേട്ടന് കമ്പനി കൊടുക്കാൻ ഇവിടെ പോവാന്ന്. രമേശേട്ടൻ ഇവിടെയാണ് പോവാറ്, ഞാനിവിടെ അല്ല പോവാറ്, ഞാൻ അവിടെ പോവാറ്. അപ്പം ഇന്നിപ്പോൾ ഞാൻ ഇവിടെ എന്തെങ്കിലും ഒരു വർക്കൗട്ട് വേണമല്ലോ. രാവിലെ കുറേ നടന്നു വെച്ചാലും എന്തെങ്കിലും ഒരു ദിവസത്തിൽ ആ വർക്കൗട്ട് ചെയ്തില്ലെങ്കിൽ ഒരു ടെൻഷൻ, ഒരു വിഷമം. ടെൻഷനല്ല, വിഷമം. അപ്പൊ അതുകൊണ്ട് നല്ല രസമുണ്ട് അല്ലേ ബാക്കില്. ഞാൻ വർത്താനം പറയുമ്പോ എല്ലാം തീർന്നു. ഇത്രയുള്ളൂ സമയം. ഈ ലോകത്ത് ഒരാളെ ഇനി കാത്തു നിൽക്കാത്ത ഒരൊറ്റ ആളേ ഉള്ളൂ. ദയാ പോയി. പറഞ്ഞോണ്ടിരിക്കുമ്പോ കുന്നിന്റെ മുകളിൽ മൊബൈലിന്റെ ബാക്കിൽ ഇങ്ങനെ കാണുന്നു. മൊബൈലിന് എങ്ങനെ കാണുന്നത്? ഗ്ലാസ് അതിന് കാണണ്ടല്ലേ. എന്താ പറഞ്ഞ് ഇരുന്നിരിക്കുന്നതിന്റെ ഇടയില് ഈ മൗണ്ടനിലും ബീച്ചിലൊക്കെ സൺസെറ്റ് കാണാൻ ഭയങ്കര രസമാണ്. അതെ, ഒരാളെയും വെയിറ്റ് ചെയ്യാത്ത ഒരൊറ്റാളേ ഉള്ളൂ ഈ ഭൂമിയിൽ പറയില്ലേ, അങ്ങേരാണത്. ഇന്നത്തെ കഴിഞ്ഞ് കത്തിക്കരുത്. അപ്പൊ നമുക്ക് പോയാലോ ജിമ്മില്? ഇനി നമുക്ക് ജിമ്മിൽ പോവാം. യെസ്, അങ്ങനെ സണ്ണ് കംപ്ലീറ്റ് പോയി. എന്റെ ചായയും കഴിഞ്ഞു. ഇനി നമുക്ക് എവിടെ പോയാലോ? സണ്ണിന്റെ വഴിക്ക് പോയി നമുക്ക് നമ്മുടെ വഴിക്ക് പോവാം. റെഡി? ഡ്രസ്സൊക്കെ മാറ്റി റെഡി. അതാ റെഡി ആവട്ടെ.
അപ്പോൾ ഇങ്ങനത്തെ ഐസൊലേഷൻ വർക്കൗട്ട്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ രമേശേട്ടൻ്റെ കൂടെ ഇപ്പോൾ ഈവനിങ്ങിൽ പോവും. എനിക്ക് ആക്ച്വലി ജിമ്മിലും അവിടെ ഞാൻ ഓൾറെഡി ജോയിൻ ചെയ്ത ജിമ്മിൽ ഡാൻസും എല്ലാ വർക്കൗട്ട്സും ഉണ്ട് ഐസൊലേഷൻ. പക്ഷേ രാവിലെ ഞാൻ മിക്കപ്പോഴും ഡാൻസിന് തന്നെയാണ് പോവാറ്. ഈവനിങ്ങിൽ സത്യം പറഞ്ഞാൽ പോകണം എന്ന് വിചാരിക്കും, പക്ഷേ മിക്ക ദിവസവും ആ ഒരു സ്ലോട്ടിൻ്റെ ടൈമിൽ എനിക്ക് പോകാനുള്ള സമയം കിട്ടില്ല. അപ്പം ഞാൻ അറ്റ്ലീസ്റ്റ് ഇവിടെയെങ്കിലും ഇവിടെ ചെയ്യാമല്ലോ എന്ന് വിചാരിച്ച് ഇപ്പോൾ ഒരു 4-5 ദിവസമായിട്ടുള്ള 2 സെഷൻ അറ്റൻഡ്, രാവിലെയും വൈകിട്ടും എന്നുള്ള രീതിയിൽ അറ്റൻഡ് ചെയ്യണത്. അപ്പോൾ ഇവിടെ ട്രെയിനറൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ ട്രെയിനർ ലീവാണ്. അപ്പോൾ രമേശേട്ടൻ്റെ കൂടെയാണ് ഞാൻ പോവാറ്. രമേശേട്ടനാകുമ്പോൾ പിന്നെ ഡിഗ്രി മുതലേ ഈ ഒരു സംഭവം പരിചയമുള്ളതുകൊണ്ട് പ്രത്യേകിച്ച് ട്രെയിനറുടെ ആവശ്യമില്ല. എന്നാലും വെയിറ്റ് ലിഫ്റ്റിങ്ങിനൊക്കെ ആവശ്യമാണ്. അപ്പോൾ എനിക്ക് പക്ഷേ ആവശ്യമാണ്, കാരണം ഇത് കറക്റ്റ് ചെയ്തില്ലെങ്കിൽ ഇഞ്ചുറിക്കുള്ള ചാൻസ് വളരെ കൂടുതലായതുകൊണ്ട് എപ്പോഴും ഒരാൾ വേണം. എന്തായി എൻ്റെ കഴിഞ്ഞു, ഞാൻ പോട്ടെ. ക്ലിയറായാ? വീക്കെൻഡ് ആഘോഷിക്കണ്ടായിരുന്നു. ഇപ്പൊ ഇതാണ് ശരിക്കും പറഞ്ഞ വീക്കെൻഡ്. അല്ലെങ്കിൽ ഈ നേരത്തെ സമയത്ത് ഇങ്ങനെ കറങ്ങി നടന്ന് ഭക്ഷണം കഴിച്ച് കറങ്ങി നടക്കാറുള്ളതല്ലേ ശരിക്കും. അപ്പൊ അങ്ങനെ ഒരു സംഭവമില്ല. അതെ, ഇപ്പൊ വീക്കെൻഡ് ആയാലും ഏതൊരു ഈവനിങ് ആയാലും അങ്ങനെ പോയാൽ മതിയായിരുന്നു. കുറച്ച് അതൊക്കെ പോകും. അപ്പൊ നമുക്ക് വരാനൊരു തോന്നുന്നുണ്ടല്ലോ, അയ്യോ വൈകുന്നേരം പുറത്തു പോയ ജിമ്മ് മിസ്സാവൂലോ എന്ന് തോന്നും. അതാണ് എവിടത്തേലും 6 മണിക്ക് വീട്ടിലെത്താന്നുള്ളൊരു കൺസെപ്റ്റിലാണ് ഇപ്പൊ പോകുന്നത്. അതെ, പക്ഷെ ഇടയ്ക്കൊക്കെ ഒരു എൻജോയ്മെന്റ് ആവാം, ഇടയ്ക്കൊക്കെ എൻജോയ് ചെയ്യാം. ഇപ്പൊ ഞങ്ങളോട് തുടങ്ങിയിട്ട് 10-20 ദിവസമല്ലേ ആയിട്ടുള്ളൂ. അതെ, ഒരു 2 മാസമെങ്കിലും ഇങ്ങനെ പോട്ടെ അല്ലേ. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ബ്രേക്ക് വരും എന്തായാലും, എന്തെങ്കിലുമൊക്കെ ആയിട്ടേ, ട്രാവലിംഗ് ആണെങ്കിലും. അപ്പോൾ അതൊക്കെ ബ്രേക്ക് തന്നെയല്ലേ. കുട്ടികളുടെ കളിയാണ് കേട്ടോ പുറത്ത് സൗണ്ട് കേൾക്കണത്. എന്റെ കോട്ട കഴിഞ്ഞു, ഞാൻ പോവാണ്. യെസ്, രാവിലെ വൈകിട്ട് ശരിക്കും പറഞ്ഞാൽ ഇവിടെ അങ്ങനെ വരാറില്ല. എനിക്ക് അവിടെ ഇഷ്ടം കൂടുതൽ ഡാൻസും. പക്ഷേ ഈ വർക്കൗട്ട് എനിക്ക് ഇഷ്ടമാണ്. രമേശേട്ടൻ ഉണ്ടെങ്കിലേ പറ്റുള്ളൂ, കാരണം ഒരു സഹായം വേണം എനിക്ക് എപ്പോഴും. ഞാൻ ചെയ്തില്ലല്ലോ, ഇതിക്ക് പറഞ്ഞൊന്നുമില്ലല്ലോ. എന്താ എനിക്ക് മസിൽ വരണ്ട വിചാരിച്ചിട്ടാ? എൻ്റെ മസിലുണ്ടല്ലോ കാണിക്കാറായിട്ടില്ല. മസിൽ വരണമെങ്കിൽ ആദ്യം എൻ്റെ ഈ ഫാറ്റ് ഉടയണം. എൻ്റെ മെയിൻ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ എൻ്റെ കയ്യിന് ഭയങ്കര വണ്ണാണ്. സോ വണ്ണം കുറഞ്ഞിട്ടേ മസിൽ വരുള്ളൂ. എൻ്റെ സാധാരണ എല്ലാവരുടെയും ഏറ്റവും ലാസ്റ്റ് കുറേ വലിയ, എൻ്റെ ആദ്യം ഈ ഭാഗം കുറയും, പക്ഷേ എൻ്റെ കൈ കുറയാൻ ഭയങ്കര പണിയാണ്. അപ്പം ഇങ്ങനെ എപ്പോഴും ചോദിക്കും, കൈ വണ്ണമില്ലാത്ത ആളുകൾക്ക് എന്ത് സുഖം, അത്ര ഒരു പണിയില്ലല്ലോ ഒന്ന്. എല്ലാതും പണിയല്ലേ, എല്ലാവർക്കും പണിയല്ലേ. ഞാൻ ഡിന്നർ വന്ന ഉടനെ കഴിച്ചു. ഇവരിതാ കഴിക്കാൻ പോവാണ്. അപ്പം ഞാൻ ഇവിടത്തൊക്കെ ക്ലീൻ ചെയ്തിട്ടേ മേല് കഴുകുള്ളൂ വിചാരിച്ചിരിക്കുക, അല്ലെങ്കിൽ പിന്നെയും മേല് കഴുകാൻ എനിക്ക് വയ്യ. അപ്പോൾ ഇവിടെ ഫുള്ള് ഒന്നും കൂടെ ഒന്ന് ക്ലീൻ ചെയ്ത് തുടച്ച് വൃത്തിയാക്കി രാത്രി കിടക്കുമ്പോൾ നമുക്കൊരു സമാധാനം ഉണ്ടാവുമല്ലോ. ഇന്ന് വീക്കെൻഡ് ആയിട്ട് സിനിമ കാണണം. ഏതൊക്കെ വന്ന് ബറോസ് വന്നിട്ടുണ്ട്, ഏതൊക്കെയോ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം ഏതാ കാണാന്നറിയില്ല. ഇവരതൊക്കെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോഴേക്കും ഞാൻ കളിയുണ്ട്, കുറച്ചേരം അത് കാണണം. അപ്പോഴേക്കും ഞാൻ ഇന്ത്യ ഈ പണികളൊക്കെ തീർക്കട്ടെ. ഇന്ത്യ ഇംഗ്ലണ്ട് അങ്ങനെ നമ്മൾ സിനിമ നോക്കണ്ട. അയാം കാതലൻ കണ്ടു, കുഴപ്പമില്ല, കണ്ടിരിക്കാൻ പറ്റുന്ന സിനിമയാണ്. ബറോസ് വന്നിട്ടുണ്ട്. നടന്ന സംഭവം കുഴപ്പമില്ല അല്ലേ, നമ്മൾ കണ്ടത് തോന്നുന്നു. പിന്നെ ഇപ്പൊ നമ്മൾ നോക്കണത് ഏതാ, ശ്രീബാല, ആനന്ദ ശ്രീബാല. ഇതും നല്ലതാ. CID രാമചന്ദ്രൻ ഒക്കെ കണ്ടു, പഴയതാണ്. പക്ഷെ കഴിഞ്ഞ പ്രാവശ്യം കണ്ടത് അയാം കാതലൻ. ആനന്ദ ശ്രീബാല, ഇതാണ് നമ്മൾ ഇന്ന് കാണാമെന്ന് വിചാരിക്കുന്നത് കേട്ടോ. നമുക്ക് തൽക്കാലം ഈ സിനിമയും കൂടെ കണ്ടിട്ട് ഇന്നത്തെ വീക്കെൻഡ് ഏതിലാ, മനോരമ മാക്സിലാണ്. അപ്പോൾ തൽക്കാലം ഇന്നത്തെ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. ബൈ.